നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തൃശൂർ സെൻട്രൽ സഹോദയ CBSE ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ അഖണ്ഡ ജ്വാല ഭക്തിസാന്ദ്രമായി. വരവൂർ പിലാക്കാട് പനംകുറ്റി കുളത്തിന് സമീപം മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. അളഗപ്പ നഗർ പഞ്ചായത്തിൽ LDF അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ സെൻട്രൽ സഹോദയ CBSE ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു. നർത്തകൻ RLV രാമകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 40 വിദ്യാലയങ്ങളിൽ നിന്നായി 700ഓളം അധ്യാപകർ മേളയിൽ പങ്കെടുത്തു. 25 ഇനങ്ങളിലാണ് മത്സരം നടന്നത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ AB ജോർജ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ഫാദർ PJ വർഗീസ്, NM ജോർജ്, CM മുഹമ്മദ് ഹാരൂൺ, ഷാഹുൽ പണിക്കവീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. Mr. Sunil and Mr. Wilson, all these people are from media. So once again I thank everyone and thank you Siddiq sir. ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു കലാ മാമാങ്കത്തിന് തിരിതെളിയിക്കാൻ അവസരം കിട്ടുമ്പോൾ മറ്റെന്തിനേക്കാളും ഹൃദയം നിറഞ്ഞ സന്തോഷമാണുള്ളത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇന്നൊരു ചീഫ് ഗസ്റ്റ് എന്ന രീതിയിൽ ഞാനിവിടെ എത്തപ്പെടാൻ ഇവരുടെ എല്ലാം സ്കൂളുകളിലൂടെ ഞാനൊരു അധ്യാപകനായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം മാള ഹോളി ഗ്രേസിന്റെ രാജു ഡേവിസ് സാറോടുള്ള സമയത്തായിരുന്നു ഞാൻ. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയത്. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, PJ സ്മിത, VB സിന്ധു, KA കുഞ്ഞുമോൾ, CK സന്ദീപ് കുമാർ, KN ജയപ്രകാശ്, MV ഉഷ എന്നിവർ സംസാരിച്ചു. കിഫ്ബിയുടെ 3,90 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം യാഥാർത്ഥ്യമായത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിത കെട്ടിടത്തിൽ 3 നിലകളിലായി 18 മുറികളാണുള്ളത്. അതിന്റെ പ്രസക്തമായ കാതലായ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കാലഘട്ടത്തിൽ തന്നെ നല്ലൊരു വികസന കാര്യമാതൃകയായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട MLA അത്യാവശ്യം കാര്യമുള്ളതിനാൽ അദ്ദേഹം പോയി. അതുകൊണ്ട് നമ്മുടെ മുഖ്യ അതിഥിയായി സാന്നിധ്യത്തിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളില് നിന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാലയം ഇത്രയും നല്ല ഇതിനോടൊപ്പം ചേർന്ന് നിന്ന ആളാണ്. ഓൾ സ്റ്റുഡൻസ് അസോസിയേഷനും സ്കൂൾ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വരുന്നതിൻ്റെ മികച്ചതാക്കുക എന്നല്ല. തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി നാളെ ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തും.
ഇതിനുശേഷം സംഘം മോഷണം നടത്തിയ കോലഴിയിലെ ATM-ലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATM-ലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിയ്യൂർ, ഇരിങ്ങാലക്കുട പോലീസാണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATM-കൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. മോഷണശേഷം മോഷ്ടിച്ച പണവും കാറും പ്രതികളും സഹിതം കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതിനിടയിലാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലാകുന്നത്. 7 പേരടങ്ങിയ മോഷണ സംഘത്തിൽ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിലുമാണ്. ബാക്കിയുള്ള 5 പ്രതികളെയാണ് തൃശൂരിൽ എത്തിച്ചത്. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ അഖണ്ഡ ജ്വാല ഭക്തിസാന്ദ്രമായി. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രം, കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രം, പൂക്കോട് ഭഗവതി കാവ്, അമ്മുകുളം ഭഗവതി ക്ഷേത്രം, മലപ്പുറം ഭഗവതി ക്ഷേത്രം, കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം, ഐക്കരക്കുന്ന് ഭഗവതി ക്ഷേത്രം, പാലക്കൽ ഭഗവതി ക്ഷേത്രം, വേലുപ്പാടം ബ്രഹ്മരക്ഷസ് ഭഗവതി ക്ഷേത്രം എന്നീ 9 ക്ഷേത്രങ്ങളിൽ നിന്നാണ് അഖണ്ഡ ജ്വാല ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. 100 കണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ 20 കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ തെളിയിച്ചു കൊണ്ടുവന്ന ജ്വാലകൾക്ക് ക്ഷേത്രനടയിൽ സ്വീകരണം നൽകി. തുടർന്ന് അഖണ്ഡ ജ്വാല തെളിയിക്കൽ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ KP ലാൽകൃഷ്ണ, MV സുരേഷ്, VK സുനിൽ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. വരവൂർ പിലാക്കാട് പനംകുറ്റി കുളത്തിന് സമീപം പാടത്ത് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ 60 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. കാട്ടുപന്നിക്കൊരുക്കിയ വൈദ്യുത കെണിയിൽ തട്ടി ഷോക്കേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തു നിന്നും ചത്ത നിലയിൽ കാട്ടുപന്നിയെയും കണ്ടെത്തി. കഴിഞ്ഞ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ ഇവരെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവരുടെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള പാടത്താണ് ഇരുവരും മരിച്ചു കിടന്നിരുന്നത്. വൈദ്യുതി സ്ഥാപിച്ചത് ആരാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുന്നംകുളം ACPയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിൽ LDF അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. LDF പാർലമെന്ററി പാർട്ടി നേതാവ് PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 3 മാസക്കാലമായി പഞ്ചായത്തിലെ 17 വാർഡുകളിൽ നിന്നും സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത പരാതി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും പരിഹാരമായില്ല. ബൾബ് ലഭിക്കാത്തതിനാലും വഴിവിളക്കുകൾ കത്താത്തതിനാലും പുതിയ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ തീരുമാനിച്ച് നാളിതുവരെ ഈ പ്രദേശങ്ങളിൽ ലൈൻ വലിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് LDF പഞ്ചായത്ത് അംഗങ്ങൾ ഓഫീസിന്റെ മുൻപിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചത്. ഓണത്തിന് മുൻപ് എല്ലാവർക്കും ബൾബ് തരും എന്ന പ്രസിഡന്റിന്റെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. പഞ്ചായത്ത് ഭരണസ്തംഭനമാണ് നടക്കുന്നതെന്ന് PK ശേഖരൻ കുറ്റപ്പെടുത്തി. PS പ്രീജു, VK വിനീഷ്, സജന ഷിബു, ശൈലജ നാരായണൻ, അശ്വതി പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തൃക്കൂർ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ആദ്യ ബാച്ചിലെ 18 വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത്. തൃക്കൂർ ശിവപ്രസാദ്, തൃക്കൂർ ജയകൃഷ്ണൻ എന്നിവരുടെ ശിക്ഷണത്തിലാണ് കുട്ടികൾ പഞ്ചാരി മേളം അഭ്യസിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, ചേർപ്പ് AEO MV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, ജിഷ ഡേവിസ്, പ്രധാന അധ്യാപിക L ജസീമ, PTA പ്രസിഡന്റ് MM അജിത് തുടങ്ങിയവർ സംസാരിച്ചു.
സർവീസ് സഹകരണ ബാങ്ക് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന സെമിനാറിൽ കാർഷിക വിളകളുടെ വളപ്രയോഗവും കീടരോഗ നിയന്ത്രണവും എന്ന വിഷയത്തിൽ CPCRI റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ബെഞ്ചമിൻ ക്ലാസ് നയിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് വർഗീസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ അളഗപ്പനഗർ കൃഷി ഓഫീസർ റോഷ്നി സംസാരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗം ഡേവിസ് പൊറത്തുകാരൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി AS ജിനി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ സെൻട്രൽ സഹോദയ CBSE ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ അഖണ്ഡ ജ്വാല ഭക്തിസാന്ദ്രമായി. വരവൂർ പിലാക്കാട് പനംകുറ്റി കുളത്തിന് സമീപം മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. അളഗപ്പനഗർ പഞ്ചായത്തിൽ LDF അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.